PSC നടത്തിയ LGS നിലവാരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ട് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. താഴെ പറയുന്ന വസ്തുതകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി 1, 2, 4. ശരിയായ ഓപ്ഷൻസ് നോക്കാം. 1789 ടിപ്പു സുൽത്താൻ കേരളം ആക്രമിക്കുന്നു. 788 ശങ്കരാചാര്യർ ജനിച്ചു. 1341 വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുസിരിസ് തുറമുഖം അപ്രത്യക്ഷമാവുകയും കൊച്ചി തുറമുഖം രൂപം കൊള്ളുകയും ചെയ്യുന്നു. തെറ്റായ ഓപ്ഷൻ കൂനംകുരിശ് സത്യത്തിൻ്റെ വർഷമാണ്. അത് 1653 അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. ശരിയായ ഓപ്ഷൻസ് നോക്കാം. തീരപ്രദേശം ഇല്ലാത്ത ജില്ലകൾ ഇടുക്കി, വയനാട്, കോട്ടയം, പാലക്കാട്, പത്തനംതിട്ട. സപ്തമ ഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂർ. ഇവിടെ തെറ്റായത് ഗ്രാമപഞ്ചായത്തുകൾ കൂടുതലുള്ള ജില്ലയാണ്. അത് തിരുവനന്തപുരമല്ല, മലപ്പുറമാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 2, 3. ശരിയായ ഓപ്ഷൻസ് നോക്കാം. വേമ്പനാട് കായലിലെ പുന്നമടയിൽ പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നു. നീണ്ടകര അഴിമുഖം അഷ്ടമുടിക്കായലിനെ അറബിക്കടലുമായി ബന്ധിപ്പിക്കുന്നു. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. ശരിയായ ഓപ്ഷൻസ് നോക്കാം. 244 കിലോമീറ്റർ നീളമുള്ള പെരിയാർ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന പമ്പാ നദി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2, 3. ശരിയായ ഓപ്ഷൻസ് നോക്കാം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 780 മെഗാവാട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 3. ശരിയായ പ്രസ്താവനകൾ നമുക്ക് നോക്കാം. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ ഓപ്ഷൻസ് നോക്കാം. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടുംചോല. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 4. ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. കൊച്ചി വാട്ടർ മെട്രോയുടെ ഭാഗ്യചിഹ്നമായത് ജൻഗു. ഇവിടെ തെറ്റായത് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി എന്നാണ് കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. ഇനി കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാലയായ കുഫോസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമല്ല, എറണാകുളമാണ്. ഗോദവർമ്മ രാജയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ ഓപ്ഷൻസ്. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ്. ഒക്ടോബർ 13 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരള സർക്കാർ സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു. കേരള വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് വേണ്ടി യത്നിച്ചു. ഒളിമ്പിക്സും കേരളവും സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി 2, 3. ശരിയായത് നോക്കാം. ഒളിമ്പിക്സ് മെഡൽ നേടുന്ന രണ്ടാമത്തെ മലയാളി PR ശ്രീജേഷ്. KT ഇർഫാൻ ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൻ്റെ റേസ് വാക്കിംഗ് ഇനത്തിൽ യോഗ്യത നേടി. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 2, 3. ശരിയായ ഓപ്ഷൻസ് നോക്കാം. 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ.